വാട്സാപ്പ് യൂട്യൂബ്. നമ്മൾ ആനയെ വാങ്ങിച്ചിട്ട് 1.5 വർഷമായി. പക്ഷേ തോട്ടി വാങ്ങിക്കുന്നത് ഇന്നലെയാണ്. ഇത് നമ്മുടെ വണ്ടിയുടെ സെൻട്രൽ സ്റ്റാൻഡാണ്. ഇത് ഞാൻ 1.5 വർഷമായിട്ടിത് വാങ്ങിച്ചിട്ടേ ഇല്ലായിരുന്നു. അപ്പോൾ ഇതും കൊണ്ടുള്ള പ്രയോജനം എന്താണെന്നായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ ഇത് കുറച്ച് യൂസേജൊക്കെ ഉണ്ട് ഇതും കൊണ്ട്. എന്ന് വെച്ചാൽ വണ്ടി ഇപ്പോൾ ഈ സൈഡ് സ്റ്റാൻഡിൽ വെച്ചിട്ട് നമുക്ക് വണ്ടി വാഷ് ചെയ്യുമ്പോഴൊക്കെ ഈ ടയർ ഒന്ന് കറക്കാനോ തിരിക്കാനോ ഒന്നും പറ്റത്തില്ല. നല്ല വെയിറ്റ് ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്ക് ചെയിൻ ലൂബ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. ചെയിൻ ലൂബ് ചെയ്യുന്ന സമയത്ത് ആണ് മെയിനായിട്ടുള്ള പ്രശ്നം. പിന്നെ നമ്മൾ ലോങ് ടൈമൊക്കെ വണ്ടി കയറ്റി വെച്ചിട്ട് പോകുമല്ലോ. ഇപ്പോൾ പുറത്തൊക്കെ ജോലി ചെയ്യുന്നവരും പഠിക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള പിള്ളേർ സെറ്റ് വണ്ടി കയറ്റി വെച്ചിട്ട് പോകുമ്പോഴും സെൻട്രൽ സ്റ്റാൻഡിൽ കയറ്റി വെക്കുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്. കാരണം വണ്ടി ഇങ്ങനെ ടയറ് നിലത്ത് മുട്ടിയിരിക്കുമ്പോൾ അവിടെ ചിലപ്പം കുറച്ച് നാൾ ഒരു വർഷം 2 വർഷമൊക്കെ വണ്ടി ഇങ്ങനെ വെച്ചിട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ അവിടെ കല്ലിക്കാൻ ചാൻസ് ഉണ്ട്. ടയർ അവിടെ മാത്രം ചിലപ്പോൾ തേയ്മാനം സംഭവിക്കും. ആ ടയറിൻ്റെ ആ ഒരു പെർഫെക്ഷനൊക്കെ ചിലപ്പോൾ പോകാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അവിടെ മാത്രം ചിലപ്പം ചൂടടിച്ച് ഉരുകാനൊക്കെ ചാൻസ് ഉണ്ട്, തറയിൽ നിന്ന് ചൂടടിച്ചിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ സെൻട്രൽ സ്റ്റാൻഡ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ വണ്ടി സെൻട്രൽ സ്റ്റാൻഡ് വെക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ലുക്കാണ്. ശരിക്കും ഈ വണ്ടിയുടെ യഥാർത്ഥ ലുക്ക് മനസ്സിലാവുന്ന അന്നേരമാണ്. ഇപ്പോൾ ഈ സൈഡ് സ്റ്റാൻഡിൽ ഇരിക്കുന്നതിനേക്കാളും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഷേപ്പ് മനസ്സിലാകുന്നതും ഒക്കെ സെൻട്രൽ സ്റ്റാൻഡിൽ ഇരിക്കുമ്പോഴാണ്. 1.5 വർഷത്തിന് ശേഷം ഇപ്പോൾ സെൻട്രൽ സ്റ്റാൻഡിൽ വണ്ടി വെച്ചിട്ട് കാണാൻ പോകുന്നത്. ഇതിന് മുന്നേ സെൻട്രൽ സ്റ്റാൻഡ് ഇരുന്നത് ഷോറൂമിൽ വെച്ചാണ്. പിന്നെ അന്ന് മുതൽ ഇത് മേടിക്കണമെന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു. പിന്നെ വണ്ടി നിലത്ത് വെക്കാതെ കൊണ്ടു നടക്കുന്നതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് പിന്നെ വലിയ മൈൻഡ് കൊടുത്തില്ല. അപ്പോൾ സെൻട്രൽ സ്റ്റാൻഡ് വെച്ചിട്ടുള്ള വണ്ടിയുടെ ലുക്ക് ഒന്ന് നോക്കാം. ഓക്കെ. സോ അപ്പോൾ ഇതാണ് നമ്മൾ വണ്ടി സെൻട്രൽ സ്റ്റാൻഡിൽ വെച്ചിട്ടുള്ള ആ ഒരു ലുക്ക്. ഇതാണ് സെൻട്രൽ സ്റ്റാൻഡ്. കാർപൂർച്ചിലൊക്കെ കുറച്ച് പൊടിയും കരിയിലയും ഒക്കെ കാണും കേട്ടോ, മഴയൊക്കെയാണ്. അപ്പോൾ ഇതാണ് സെൻട്രൽ സ്റ്റാൻഡ്, മനസ്സിലായോ? ഇത് അടിപൊളി ഒരു ഐറ്റമാണ് കേട്ടോ. നമുക്ക് ടയറൊക്കെ നിലത്ത് മുട്ടാതൊക്കെ ഇരിക്കും കേട്ടോ. ടയറിന് ഈ ഒരു ലുക്ക് വന്നത് നമ്മുടെ അപ്പ് സൈസ് ചെയ്തപ്പോഴാണ് കേട്ടോ. മാരക ലുക്കിലേക്ക് വന്നേക്കാണ് ബാക്കിൽ നിന്ന് വണ്ടി കേട്ടോ. ഫ്രണ്ട് വണ്ടിയൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ സെറ്റപ്പായിട്ട് നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ഡിസൈനൊക്കെ കറക്റ്റായിട്ട് ഇപ്പം നമുക്ക് 2 സൈഡിലേയും മനസ്സിലാവും. അപ്പോൾ ഇത് അത്യാവശ്യമുള്ളൊരു സാധനമാണ്. ഞാൻ പിന്നെ ഒഴിവാക്കി വിട്ടിരുന്നതാണ്. പക്ഷേ ചെയിൻ ലൂബ് ചെയ്യാനൊക്കെ വലിയ പാടാണ്. ഇപ്പോൾ കണ്ടോ, ഇതിപ്പോൾ നമുക്ക് ടയറൊക്കെ ഇങ്ങനെ തിരിക്കാം കണ്ടോ. ഇപ്പോൾ വാഷ് ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടില്ല കണ്ടോ. ചെയിനും നമുക്ക് ലൂബ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നല്ലൊരു പ്രോഡക്റ്റെല്ലാം നല്ലൊരു തീരുമാനമാണത്. സെൻട്രൽ സ്റ്റാൻഡ് അങ്ങനെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ശരിയാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ, ചെറിയൊരു വീഡിയോ. ഓക്കെ.